I sold myself on that stage. Ladies and gentlemen, Arnold Schwarzenegger! Thousands of people screaming, Arnold, Arnold, Arnold. ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ബൈസപ്പ് ഈ ആഴ്ച അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു ബൈസിന് അർണോൾഡിൻ്റെ വർക്കൗട്ട് ചെയ്താലോ എന്ന്. ഫുൾ ആംസില്ല, ബൈസപ്പ് വർക്കൗട്ട് മാത്രം. അത് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം കോമ്പറ്റീഷൻ ടൈമിലല്ല, ആൾ ഗെയിൻ ചെയ്യുന്ന ടൈമുള്ള വർക്കൗട്ടായിരുന്നു. ഞാൻ കുറേ സ്ഥലത്ത് നോക്കി, ഇപ്പോൾ ഏകദേശം എനിക്ക് സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ 4 വർക്കൗട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു സാധനം കാണിച്ചു തരാം സ്ക്രീനിൽ. 5 സെറ്റാണ് എല്ലാം എക്സസൈസും. 20 സെറ്റ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇന്നത്തെ തീരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സസൈസ് എന്തായാലും സ്റ്റാൻഡിങ് ബാർബൽ കേളാണ്. അപ്പോൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ചീറ്റ് ചെയ്യാനും പറയുന്നുണ്ട്. ലെറ്റ് സി. പക്ഷെ ഞാനിപ്പോൾ റെപ്പ് റേഞ്ച് 10 reps ആണ് എയിം ചെയ്യണം എല്ലാത്തിലും. ഇങ്ങനെ 8 to 12 എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 10 reps എയിം ചെയ്യണു, 5 സെറ്റ് എല്ലാ എക്സസൈസും. അപ്പോൾ നോർമലായിട്ടുള്ള എൻ്റെ റേഞ്ച് ഓഫ് മോഷൻസ് നെഗറ്റീവ് ഒന്നും ചിലപ്പോൾ ഇന്ന് പറ്റിയെന്ന് വരില്ല. ഇന്ന് എങ്ങനെയാണോ പ്രോപ്പർ ഓൾഡ് സ്കൂൾ എങ്ങനെയാണ് അടിക്കുന്നത് അതുപോലെ ട്രൈ ചെയ്യാനാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്താലേ ഒരു എയിം ഉണ്ടാവുള്ളൂ. തീർക്കുന്നാണ് പ്രതീക്ഷ. Nineteen more sets. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുഡ് കൂട്ടണം പക്ഷെ വെയിറ്റ് കൂടണില്ല, പക്ഷെ എത്ര കാലത്ത് ഞാൻ ബൾക്ക് ചെയ്യേണ്ടതെന്ന്. ചിലപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആവും അത്. നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗോൾ വെയിറ്റ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് 60 kgs എന്ന് വെച്ച് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗോൾ 66 ആണ്, 68 kgs ആണ്. അതൊരു വ്യൂ പോയിന്റ്. അപ്പോൾ ആ ഒരു ഗോൾ വെയിറ്റ് വരെ ബൾക്ക് ചെയ്യുക മെല്ലെ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months എന്നെങ്കിലും കൊടുക്കുക ടൈം പീരീഡ്. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മസിൽ മാസ് അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതാണ് 2 വ്യൂ പോയിന്റ്. പിന്നെ എപ്പം നിർത്തണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ കുറച്ച് കൈവിട്ട പോലെ പോണ തോന്നുന്നുണ്ട്, അപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതാണ് ബൾക്കിൻ്റെ ഒരു 3 സ്ട്രാറ്റജി. ലാസ്റ്റ് സെറ്റ്, അതായത് ആദ്യത്തെ എക്സസൈസിൻ്റെ. അപ്പോൾ 5ാം സെറ്റ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഇൻക്ലൈൻ. Last one. സോ സെക്കൻഡ് എക്സസൈസ് ഇൻക്ലൈൻ ആണ്. ഇതും 5 സെറ്റ് തന്നെ. റെപ്പ് റേഞ്ച് 8 to 12 അല്ലെങ്കിൽ 10 to 12 ആണ് പറഞ്ഞിരിക്കണത്. യു സ്റ്റിക്ക് വിത്ത് 10. കാരണം ഹൈ വോള്യൂം അല്ലേ, ഞാൻ അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് അടിക്കണില്ലേ. ഇത്ര വോള്യൂം പമ്പ് ചെയ്യണു, അതാണ് കാര്യത്തിൽ. സോ 5 sets of 10 reps each. Let's go. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ സ്കിന്നി ഫാറ്റ് ആണെങ്കിൽ ബൾക്ക് ചെയ്യണോ കട്ട് ചെയ്യണോ എന്നുള്ള ആസ്പെക്റ്റിലാണ്. സ്കിന്നി ഫാറ്റ് ആണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ആദ്യം ഓബിയസ്ലി നിങ്ങൾ കുറച്ച് ഫാറ്റ് ആണല്ലോ, ആ ഫാറ്റ് കുറച്ച് കട്ട് ചെയ്യുക, എന്നിട്ട് തിങ്ക് അബൌട്ട് ബൾക്കിങ്. കാരണം ബൾക്ക് ചെയ്യുമ്പോൾ ഇവൻച്വലി നിങ്ങളൊരു എമൗണ്ട് ഓഫ് ഫാറ്റ് നിങ്ങളെന്നാൽ സ്റ്റോർ ആകും, അതായത് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫാറ്റ് പെർസെൻറ്റേജിൽ നിന്ന് വീണ്ടും അതിനെ ഇൻക്രീസ് ആക്കുകയാണ്. അപ്പോൾ ബെറ്റർ ഐഡിയ കുറച്ച് സ്ലിം ഡൗൺ ചെയ്തിട്ട്, അതായത് കട്ട് ഡൗൺ ചെയ്തിട്ട് ബൾക്കിംഗ് ആവും ബെറ്റർ സ്കിന്നി ഫാറ്റ് ടൈപ്സിന്. കാരണം മോസ്റ്റ് കോമൺ സ്കിന്നി ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതലുണ്ടാവുക. അവർക്ക് കട്ട് ഡൗൺ ആൻഡ് ദെൻ തിങ്ക് അബൌട്ട് ബൾക്കിംഗ്. മോർ ദാൻ ഹാഫ് വേ അല്ല, എന്നാലും പക്ഷേ പമ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലോവർ ആപ്സ് പോകണമെന്നായിരുന്നു എനിക്ക് കുറച്ച് മീൻസ് ലോവർ ആപ്സ്, അവിടെ എനിക്ക് ഫാറ്റ് പെട്ടെന്ന് ഡെപ്പോസിറ്റ് ആവുക. ഉപ്പ് കട്ടിൽ കണ്ട ഗുഡ്. ഒരു 4 weeks കൂടിയും കട്ട് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ.
ഇതാണ് കറണ്ട് കണ്ടീഷൻ. ടു മോർ. Come on, one more. Ryan. 10. ഇൻക്ലൈനും 5 സെറ്റ് കഴിഞ്ഞു, ഇതൊരു സെറ്റ് കഴിഞ്ഞു. ഇന്നേക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ശരിക്കും കാണിക്കാൻ അടിക്കാൻ പറ്റിയില്ല എന്ന്, ഫേക്ക് ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പം ഞാൻ ഇപ്പം 4 സെറ്റ് അടിക്കണമെന്ന് വെച്ചാൽ 4 സെറ്റ് അടിക്കും. പക്ഷെ ഞാൻ ഇന്ന് തീർക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കണം. 10 സെറ്റ് കഴിഞ്ഞപ്പോൾ ഇനിയുണ്ടൊരു 10 സെറ്റ്. ഇത് പറഞ്ഞടിച്ചു, ഇനി 9 സെറ്റും കൂടി. ഇത് 4 സെറ്റും പിന്നെ പ്രീച്ചറാണ് അർണോൾഡ് അടിക്കാറ്, അപ്പോൾ അത് ഒരു 5 സെറ്റ്. എല്ലാം 5x10 തീർക്കും. ഇത്ര തന്നെ. 3 സെറ്റ്സ് 2 സെറ്റ് ഓടി. പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ കേളൊക്കെ ഞാൻ ഒരേ വെയിറ്റ് തന്നെയാണ് എടുക്കണം. കാരണം എനിക്ക് 10 റെപ്സ് എയിം ചെയ്യുന്ന രീതിയിൽ എല്ലാ സെറ്റ് എങ്ങനെയാലും 10 റെപ്സ് അടിക്കുന്നതാണ്. പിന്നെ ബാർബൽ കേൾ അതേപോലെ തന്നെ 8 to 12 റെപ്സ് എല്ലാ സെറ്റും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അടിക്കുന്നത്. ഞാൻ വെയിറ്റ് ഇൻക്രീസ് ആക്കിയില്ല, അതിൽ എത്ര 20 kgs തന്നെ ഞാൻ എല്ലാ സെറ്റും അടിച്ചു. അപ്പോൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആവും. സോ ലാസ്റ്റ് സെറ്റ് ഇത് കഴിഞ്ഞാൽ പ്രീച്ചറാണ്, അതും 5 സെറ്റ്സ് 10 റെപ്സ് ഈച്ച്. റെസ്റ്റ് പീരീഡ് കുറച്ച് കുറവാണ്, ഞാനൊരു 1 മിനിറ്റ് റെസ്റ്റ് ചെയ്യണുള്ളൂ. ഭയങ്കര എക്സോസ്റ്റഡ് ആവുന്നു, പക്ഷെ തീർക്കാൻ പറ്റും. അപ്പോൾ 2 സെറ്റ് കൂടി. പറ്റും. അയ്യോ പറഞ്ഞൂടി, അയ്യോ പറഞ്ഞൂടി. 20 സെറ്റ് പറഞ്ഞ പോലെ 20 സെറ്റ്സ് 4 എക്സൈസ് 5 സെറ്റ് വെച്ചിട്ട് തീർത്ത്. നമുക്ക് പമ്പ് ചെക്ക് ചെയ്യാം. ട്രൈസെപ്പ് ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ. ഇനി അടിക്കണ്ടേന്നുള്ളതില്ല, കാരണം ഒരു ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പുഷ് ഡേന്, പക്ഷെ അത് റിക്കവർ ആയിട്ടില്ല. ഞാൻ എന്തായാലും അടിക്കും മോസ്റ്റ് പ്രോബബ്ലി. ഇപ്പൊ അടിക്കാണ്ടുള്ള ഒരു ഇതാട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇറക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തീർത്തു. ഇങ്ങനെ അടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇങ്ങനെ അടിക്കരുത്, കാരണം ഇത് ഭയങ്കര എക്സസീവ് വോള്യമാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ട്രൈ ചെയ്യാം ഭയങ്കര ഒരു സ്റ്റിമുലസ് കൊടുക്കണമെങ്കിൽ. പക്ഷെ നിങ്ങൾക്കിത് സസ്റ്റൈനബിൾ ആണോ ചോദിച്ചാൽ അല്ല, കാരണം ഇത് റിക്കവർ ആവില്ല ചിലപ്പോൾ. ഞാൻ ഡെഫിസിറ്റലൈസ് ചെയ്യണമെന്നാമത് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് അധികം പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇത്ര എന്തായാലും വേണ്ട, അതിനൊക്കെ എടുക്കാൻ വോള്യമാണ് ഇവിടെ കൂടുതൽ. അതിനും പകരം സോളിഡ് ഭയങ്കര ഒരു ഫെയിലിയറിലേക്ക് ഒരു 6 to 8 സെറ്റ്സ് അടിച്ചാൽ തന്നെ മതിയാവും. ട്രൈ ചെയ്യാം, ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ ഇതായിരുന്നു അർണോൾഡിൻ്റെ വർക്കൗട്ട്. ആൻഡ് സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.